മലബാർ മേഖലയിൽ ബീഫ് വില വർദ്ധിക്കും. അയൽ സംസ്ഥാനങ്ങളിൽ കന്നുകാലികൾക്ക് അനിയന്ത്രിതമായ രീതിയിൽ വില കൂടിയതാണ് കാരണമായി പറയുന്നത്. അതേസമയം ചിക്കൻ, മത്സ്യം വിലയും കുതിച്ചുയർന്നിട്ടുണ്ട്. മലബാർ മേഖലയിൽ ബീഫ് വില വർദ്ധിക്കുമെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഓൾ കേരള മീറ്റ് മെർച്ചന്റ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗത്തിലാണ് 100 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനമായത്. നിലവിൽ എല്ല് ഉൾപ്പെടുന്ന ഇറച്ചിക്ക് 340 രൂപയും എല്ലില്ലാത്ത ഇറച്ചിക്ക് 360 രൂപയുമാണ് വില. ഇത് യഥാക്രമം 400-460 രൂപയിലേക്ക് ഉയർത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പോത്തുകളെ എത്തിച്ചിരുന്നതെന്നും ഇങ്ങനെ കൊണ്ടുവരുന്നവരെ തടയുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ തുടർക്കഥയാണെന്ന് യോഗത്തിൽ ചർച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി പോത്തുകളെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെന്നും കന്നുകാലികളുടെ ലഭ്യത കുറഞ്ഞത് ബീഫിന്റെ വില കൂടാനുള്ളൊരു കാരണമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം തുകൽ, നെയ്യ്, എല്ല് എന്നിവയുടെ വില ഇടിഞ്ഞതും ഇറച്ചി വില കൂട്ടാൻ നിർബന്ധിതരായെന്ന് വ്യാപാരികൾ പറയുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ കന്നുകാലികൾക്ക് അനിയന്ത്രിതമായ രീതിയിൽ വില കൂടിയിട്ടുണ്ടെന്നും അസോസിയേഷൻ അധികൃതർ പറയുന്നു. അതേസമയം തെക്കൻ കേരളത്തിൽ നേരത്തെ തന്നെ ഉയർന്ന വിലയാണ് ഈടാക്കുന്നത്. കേരളത്തിലെ മിക്ക ജില്ലകളിലും ബീഫിന് 400 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട്. ചില സ്ഥലങ്ങളിൽ 480 മുതൽ 500 രൂപ വരെ ഈടാക്കുന്നുണ്ട്. ഇറച്ചി മാത്രമായി വിൽക്കുന്നതിനാണ് ഉയർന്ന വില ഈടാക്കുന്നത്. എല്ലുകൂടി ഉൾപ്പെടുത്തി വിൽക്കുമ്പോൾ വില കുറച്ചു കുറയും. ജൂലൈ 15 മുതലാണ് വില വർധനവ് പ്രാബല്യത്തിൽ വരിക. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കന്നുകാലികളെ കൂടുതലായി എത്തിച്ചിരുന്നത്. ഇവിടെ വില കുതിച്ചുയർന്നിരുന്നു. ഉയർന്ന വില കൊടുത്തു വാങ്ങി ഇവിടെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കില്ലെന്നാണ് സംഘടനാ ഭാരവാഹികൾ പറയുന്നത്. അതേസമയം ചിക്കൻ, മത്സ്യം വിലയും കുതിച്ചുയർന്നിട്ടുണ്ട്. പെട്രോളിനും ഡീസലിനും വില കൂടിയതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് വ്യാപാരികളുടെ ന്യായം. ചിക്കന് 220 രൂപയാണ് ഈടാക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നേരിയ വ്യത്യാസമുണ്ട്. നേരത്തെ 160 രൂപ വരെ കിലോയ്ക്ക് വിലയുണ്ടായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി വില കുറയുന്നില്ലെന്നും ഉയർന്ന നിരക്കിൽ തുടരുകയാണെന്നും ചെറുകിട വ്യാപാരികൾ പറയുന്നു. ട്രോളിംഗ് നിരോധനമാണ് മത്സ്യവില കൂടുന്നതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.